ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു വെജിറ്റബിൾ കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പം നേരത്തെ ഞാൻ ഒരുപാട് റെസിപ്പികൾ ഈ കപ്പ വെച്ചുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. കപ്പ തോരൻ ഇട്ടിട്ടുണ്ട്, വേവിച്ചത്, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നോൺ വെജിൻ്റെ തന്നെ കപ്പ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരു വെജിറ്റേറിയൻകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കപ്പ ബിരിയാണിയാണ്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കപ്പ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ചെറുതായിട്ടിപ്പോൾ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. നമുക്ക് ഏത് സൈസിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ അതായിരിക്കും എളുപ്പം. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വിശദമായിട്ട് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം അങ്ങനെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഉപ്പൊക്കെ പിന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ കപ്പയുണ്ടല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നല്ലപോലെ തിളച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, അപ്പോൾ ഒരു കളർ കൂടെ കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഒരു 3-4 എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളി വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ, പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. ഇപ്പോൾ വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഇപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ ഓയിൽ തന്നെയാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുമല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ എണ്ണയിൽ കിടന്ന് നല്ലൊരു മണം വരുമല്ലോ. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ കപ്പയുടെ അളവിലാട്ടോ ഈ ഉള്ളിയൊക്കെ പറഞ്ഞിരിക്കുന്നത്, 2 ഉള്ളിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു പച്ചമുളകൊക്കെ എരിവിൻ്റെ നോക്കി വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതിൽ എണ്ണത്തിൽ കൂടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് വേണ്ടുന്നവർ കൂടുതലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇപ്പം ഞാൻ 2 കൂടെ ചേർത്ത് കേട്ടോ 2 സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്, 2 കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എരിവിൻ്റെ നോക്കി നിങ്ങൾക്ക് അതിലും മാറ്റം വരുത്താം. പിന്നെ മീറ്റ് മസാലയാണ് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കേണ്ടത്, അതൊരു 1.5 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു പച്ച കുത്തൽ വരും നമ്മുടെ ബിരിയാണിക്ക് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു പാതി ഇപ്പോൾ ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കപ്പ വേവിച്ചപ്പം ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്ത് വേണം ഇപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു അല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, അത് ഇതിനകത്ത് സ്കിപ്പായി പോയിട്ടുണ്ട് വീഡിയോ. ഒരു 1/4 കപ്പ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ, സാധാ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊന്ന് ആവി വരട്ടെ കേട്ടോ, അതുവരെ ഒന്ന് അടച്ചു കൊടുക്കണം. എന്നിട്ടിപ്പം നമ്മൾ തുറന്നിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതേ കൂട്ട് തന്നെ കുറച്ച് ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് ഞാൻ ജസ്റ്റ് ഇപ്പം ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് കേട്ടോ, അതുപോലെ കുരുമുളക് ഏറ്റവും ലാസ്റ്റിൽ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട്, 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ തുറന്നിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ മസാല വല്ലതും കുറവാണെങ്കിലോ എരിവ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഉപ്പ് കുറവ് ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ഏറ്റവും ലാസ്റ്റ് മാത്രം മതി. ഇപ്പം ഞാനിപ്പോൾ 1 സ്പൂണാട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഇപ്പോൾ 2 സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഇത് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. ഈ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.